ബുക്ക് മാറുന്നോണ്ടേ ഒരു പണി ചെയ്ത് 2 സബ്ജക്ട് വരെ ഫിസിക്സ് കെമിസ്ട്രി വരെ പ്രണവ് ബോർഡ് ക്ലിയർ ആണോ? ഫിസിക്സിന്റെ പേജെല്ലാം മടക്കി മോഷനിനെ പ്ലെയിൻ പുതിയ ചാപ്റ്റർ. ആ ചാപ്റ്റർ ക്രിസ്സേ പുതിയ ചാപ്റ്റർ തുടങ്ങിയട്ടാ. വേഗം എടുത്തിക്കോ, ബുക്ക് എടുക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഏതാ പഠിച്ച? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇതൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതായിരുന്നു, അത് 1 ഡയമെൻഷനിൽ ആണ്. ഇപ്പൊ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുമ്പോ ഇത് 3rd ചാപ്റ്റർ. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുമ്പോ ഏത് ഡയമെൻഷനാ? 2 ഡയമെൻഷൻ അല്ലെ. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഇനി മോഷൻ ഇൻ എ സ്പേസ് എന്ന് പറയുമ്പോ സ്പേസിലെ കാര്യം നമ്മൾ പറയുമ്പോ അത് ഏത് ഡയമെൻഷനാ? 3 ഡയമെൻഷൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. അപ്പോ മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പൊ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായിരുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും, സ്കെയിലറും വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, സ്കെയിലർ എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് മാഗ്നിറ്റ്യൂഡ് ഓൺലി. വെക്റ്റർ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്, എന്നാലും എഴുതിക്കോ, സെന്റൻസ് ആയിട്ട് എഴുതി വെച്ചോ. സ്കെയിലർ ക്വാണ്ടിറ്റീസ് scalar quantities which have magnitude only. Vector quantities magnitude and direction. സ്കെയിലറിന് എക്സാമ്പിൾ ഏതൊക്കെയാ വരുന്നേ? മാസ്, ടൈം, ഏതെങ്കിലും ഒക്കെ എഴുതിക്കോ. ഇനി വെക്ടറിന് എക്സാമ്പിൾ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് എഴുതിക്കോ. പ്രണവ് ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ അല്ലെങ്കിൽ പറയണേ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വെക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് നമുക്ക് എന്താണെന്ന് അറിയാം. നമുക്ക് സ്കെയിലർ അല്ല ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് വെക്ടർ ആണ്. വെക്ടർ ക്വാണ്ടിറ്റീസ്, വെക്ടറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ടേം വെക്ടർ എന്താണെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വെക്ടർ എങ്ങനെയാണ് നമുക്ക് ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഒരു വെക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു വെക്ടറിനെ നമ്മൾ വരച്ച് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ വെക്ടർ എ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ എ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വേണം വെക്ടർ എ എഴുതാൻ. സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ് ഈസ് യൂസ് ടു റെപ്രസെന്റ് എ വെക്ടർ. ഇനി വെക്ടർ ബി, അപ്പൊ ഇങ്ങനെ ഒരു ലെറ്റർ ഉണ്ട്, അതിന്റെ പുറത്ത് ഒരു ആരോ ഹെഡ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് മനസ്സിലാക്കാം? ഇത് എന്താണ്? ഒരു വെക്ടറിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒ പി ഇങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നത്, ഒ സി ഇങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ ക്വാണ്ടിറ്റി എന്താണ്? ഒരു വെക്ടറിനെയാണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ക്വാണ്ടിറ്റീസ് കാണുമ്പോൾ ഒരു ആരോ ഹെഡ് ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതെന്താണ്? ഒരു വെക്ടറിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എഴുതിക്കോ. വെക്ടർ എന്ന് എഴുതിയിട്ട് ജസ്റ്റ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ് ഈസ് യൂസ് ടു റെപ്രസെന്റ് വെക്ടർ. സ്റ്റാർട്ട് ചെയ്തേ വെക്ടർ എഴുതിക്കോ. വെക്ടർ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ് ഈസ് യൂസ് ടു റെപ്രസെന്റ് എ വെക്ടർ. റെപ്രസെന്റ് വെക്ടർ. വെക്ടേഴ്സിനെ നമ്മളിപ്പോ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഒരു വാല്യൂ ആയിരിക്കും അല്ലെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ എ, ഇങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എഴുതിക്കോ. മാഗ്നിറ്റ്യൂഡ്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറയുമെങ്കിൽ നമ്മൾ എന്തെടുക്കുക? തന്നിരിക്കുന്ന വെക്ടറിന്റെ മോഡുലസ് എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് വെക്ടർ എ, മോഡുലസ് ഓഫ് വെക്ടർ എ, ഇതാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഏതാണ്?
ഇത് ജസ്റ്റ് ഒരു വെക്ടർ ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ ഇത് ഇതൊരു ലെറ്റർ എ ആണ്, പക്ഷെ നമുക്ക് ഒരു ആരോ ഹെഡ് ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു വെക്ടറിനെയാണ് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് വെക്ടർ എന്താണെന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്, ജസ്റ്റ് ഒരു വെക്ടറിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ലേ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഇത്രയും റേറ്റ് ഉണ്ട് അങ്ങനെ പറയുമ്പോഴത്തേക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന വെക്ടറിന്റെ മോഡുലസ് എടുക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, മോഡുലസ് എടുത്തിട്ടില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഈ ചാപ്റ്റർ അല്ല ഞാൻ ചോദിച്ചത്, മോഡുലസ് കേട്ടിട്ടുണ്ടാന്ന് ചോദിച്ചാ ഫസ്റ്റ്. കേട്ടിട്ടുണ്ട്, മാത്സിൽ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ തന്നിരിക്കുന്ന അപ്പൊ തന്നിരിക്കുന്ന ആ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയുടെ മോഡുലസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അത്ര അറിഞ്ഞാൽ മതി. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയാം. ഇനി എഴുതിക്കോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. Different types of vector. First one, equal vectors. Equal vector. Okay. അപ്പൊ നമുക്ക് ഇപ്പൊ വെക്ടർ എന്താന്ന് നമുക്ക് മനസ്സിലായി ജസ്റ്റ്. ഇനി വെക്ടർ പല ടൈപ്സ് വെക്ടർ ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഈക്വൽ വെക്ടർ. ഈക്വൽ വെക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പൊ രണ്ട് വെക്ടർ ഉണ്ട്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഇഫ് വെക്ടർ എ ആൻഡ് ബി ആർ ഇൻ സെയിം ഡയറക്ഷൻ ആൻഡ് സെയിം മാഗ്നിറ്റ്യൂഡ്. വെക്ടർ എയും വെക്ടർ ബിയും സെയിം ഡയറക്ഷനിലും സെയിം മാഗ്നിറ്റ്യൂഡിലും ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, ദേ ആർ ഈക്വൽ വെക്ടേഴ്സ്. കിട്ടിയ സെയിം ഡയറക്ഷൻ ആൻഡ് സെയിം മാഗ്നിറ്റ്യൂഡ്. അപ്പൊ എഴുതിക്കോ, ഇഫ് വെക്ടർ എ ആൻഡ് ബി, ഇഫ് വെക്ടർ എ ആൻഡ് ബി, വെക്ടർ എ എന്ന് പറയുമ്പോൾ ഞാൻ ഇനി വെക്ടർ എ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതണം, ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഇതാണ് വെക്ടർ എ, അല്ലാതെ വേർഡ്സിൽ എഴുതരുത്, ഇങ്ങനെ തന്നെ എഴുതുക. ഇഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ ഇൻ സെയിം ഡയറക്ഷൻ ആൻഡ് സെയിം മാഗ്നിറ്റ്യൂഡ്, are in same direction and same magnitude, they are said to be equal vectors. They are said to be equal vectors. They are said to be equal vectors. ഈക്വൽ വെക്ടർ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, സെയിം ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയും ഈക്വൽ വെക്ടർ. അടുത്തത് നെഗറ്റീവ് വെക്ടർ. നെഗറ്റീവ് വെക്ടർ. നെഗറ്റീവ് വെക്ടർ എന്ന് പറയുമ്പോൾ വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, മാഗ്നിറ്റ്യൂഡ് മേ ബി സെയിം ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, നെഗറ്റീവ് വെക്ടർ എന്ന് പറയാം. വെക്ടർ എ ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് വെക്ടർ ബി. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ എന്താണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ, ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം, നെഗറ്റീവ് വെക്ടർ എന്ന് പറയാം. വെക്ടർ എ ഈക്വൽ ടു നെഗറ്റീവ് വെക്ടർ ബി. ഡയറക്ഷൻ മാത്രം ഓപ്പോസിറ്റ്, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. അങ്ങനെ വരുന്ന കേസിലുള്ള വെക്ടറിനെ നമ്മൾ എന്തെന്ന് പറയും, നെഗറ്റീവ് വെക്ടർ. ഈക്വൽ എന്ന് പറയുമ്പോൾ രണ്ടും സെയിം ആയിരിക്കണം, ഈക്വൽ ഡയറക്ഷനും ആയിരിക്കണം, സെയിം ഡയറക്ഷനും ആയിരിക്കണം, ഈക്വൽ മാഗ്നിറ്റ്യൂഡും ആയിരിക്കണം. അങ്ങനെയുള്ളതിന് ഈക്വൽ വെക്ടർ എന്ന് പറയും. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ എങ്ങനെയാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് രണ്ടും. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പറയും, നെഗറ്റീവ് വെക്ടർ എന്ന് പറയും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറയാം. ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് നെഗറ്റീവ് വെക്ടർ, ഈക്വൽ വെക്ടർ എന്ന് പറഞ്ഞ് ചോദിക്കില്ല. ജസ്റ്റ് വെക്ടേഴ്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് എഴുതി വെച്ചോ ജസ്റ്റ്, നെഗറ്റീവ് വെക്ടർ. ഇത് ജസ്റ്റ് എഴുതി വെച്ച്, ഇത് വരച്ച് എഴുതി വെച്ചാൽ മതി. ഇത് ഇഫ് വെക്ടർ എ ആൻഡ് ബി ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, opposite direction and same magnitude, they are said to be negative vectors. Negative vector. അടുത്തത് കൊലീനിയർ വെക്ടർ. കൊലീനിയർ വെക്ടർ ഓക്കെ. കൊലീനിയർ വെക്ടറിന് 3 കേസ് ഉണ്ട്. ജസ്റ്റ് നോക്കിയാൽ മതി, ഫിഗർ മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ വെക്ടർ എയും വെക്ടർ ബിയും
സെയിം ലൈനിലാണെന്ന് വിചാരിക്കും. രണ്ട് വെക്ടേഴ്സ് സെയിം ലൈനിലാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എന്തെന്ന് പറയും? കോലീനിയർ വെക്ടർ എന്ന് പറയും. ഇനി അടുത്ത കേസ് വെക്ടർ എയും വെക്ടർ ബിയും പാരലൽ ആയിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? കോലീനിയർ വെക്ടർ എന്ന് പറയും. ഓക്കെ, ഇവിടെ ഇരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് തന്നെ പറയും? ഇവിടെ നോക്ക്. ഓക്കെ, ഇങ്ങനെയാണെങ്കിലും എന്തെന്ന് തന്നെ പറയും? കോലീനിയർ ആണെന്ന് പറയും. ഇനി വെക്ടർ എ ഇങ്ങനെ പോകുന്നു, വെക്ടർ ബി ഇങ്ങനെ പോകുന്നു. ഇങ്ങനെയാണെങ്കിലും ഇത് എന്തെന്ന് തന്നെ പറയും? കൊലീനിയർ ആണെന്ന് തന്നെ പറയും. ഇപ്പൊ സെയിം ലൈനിലാണെങ്കിൽ നമുക്ക് പറയാം കൊലീനിയർ വെക്ടർ ആണെന്ന് പറയാം. അതുപോലെ തന്നെ രണ്ടും പാരലൽ ആയിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? കൊലീനിയർ വെക്ടർ ആണെന്ന് പറയാം. അല്ലെ പാരലൽ ആണ് പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം? കൊലീനിയർ വെക്ടർ എന്ന് പറയാം. ആ ടേംസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് പറയുന്നത്. കൊലീനിയർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയാ വരുന്നത്. ഇപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്റർ തുടങ്ങി. മോഷനിനെ പ്ലെയിൻ ആയി എടുത്തോണ്ടിരിക്കുന്ന കണ്ടിന്യൂ. ഓക്കെ, ഏതാണ്? ഈക്വൽ വെക്ടർ എന്ന് പറയുമ്പോൾ രണ്ടും സെയിം പ്ലെയിനിലും ആണ്, സെയിം മാഗ്നിറ്റ്യൂഡും ആയിരിക്കും. ഇവിടെ പക്ഷെ ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മേ ബി ഡിഫറെന്റ് ആയിരിക്കാം. മാഗ്നിറ്റ്യൂഡ് സെയിം ആവണമെന്നില്ല. ഇതെല്ലാം വരച്ചു വെച്ചിട്ട് എഴുതിക്കോ. കൊലീനിയർ വെക്ടറിന്റെ എക്സാമ്പിൾ ആണ്. ഏതാണ് ഡയറക്ഷൻ അടി? ഏതാ? അത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു ഇങ്ങനെ പോകുന്നു അങ്ങനെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെയും കേസിന്റെ മാഗ്നിറ്റ്യൂഡ് മേ ബി ഡിഫറെന്റ് ആയിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള കേസ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? കൊലീനിയർ എന്ന് പറയും. ഓക്കെ, ഇത് മൂന്നും വരച്ചു വെച്ചാൽ മതി. കൊലീനിയർ വെക്ടർ ഫസ്റ്റ് വൺ വെക്ടർ എ ആൻഡ് ബി ആർ ഇൻ സെയിം പ്ലെയിൻ. സെക്കൻഡ് വൺ വെക്ടർ എ ആൻഡ് ബി ആർ ഇൻ പാരലൽ. തേർഡ് വൺ വെക്ടർ എ ആൻഡ് ബി ആർ പാരലൽ ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. Magnitude may or may not be equal. Magnitude may or may not be equal. ഈക്വൽ വെക്ടേഴ്സും ഇതും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി. ഈക്വൽ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷനും സെയിം തന്നെയാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ചിലപ്പോൾ ഈക്വൽ ആയിരിക്കാം, ചിലപ്പോൾ ഈക്വൽ അല്ലായിരിക്കാം. മാഗ്നിറ്റ്യൂഡിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത എഴുതിയത് അടുത്തത് കോ ഇനീഷ്യൽ വെക്ടർ. കോ ഇനീഷ്യൽ വെക്ടർ. കോ ഇനീഷ്യൽ കോ ഇനീഷ്യൽ വെക്ടർ. ഇതിൽ നിന്ന് നമുക്ക് ഈ സെന്റൻസിൽ നിന്ന് തന്നെ പറയാം. കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ഇനീഷ്യൽ പോയിന്റ്. രണ്ടിനും സെയിം ഇനീഷ്യൽ പോയിന്റ് ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? കോ ഇനീഷ്യൽ വെക്ടർ എന്ന് പറയും. ഇപ്പൊ ഇതാണ് വെക്ടർ എ എന്ന് വിചാരിക്കും. ഇത് വെക്ടർ എ. ഓക്കെ, ഇവിടെ നിന്ന് തന്നെയാണ് വെക്ടർ ബിയും സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കും. വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ഇനീഷ്യൽ പോയിന്റ്. കണ്ടോ? രണ്ടിനും വെക്ടർ എ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, വെക്ടർ ബി ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ഇനീഷ്യൽ പോയിന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? കോ ഇനീഷ്യൽ വെക്ടർ. എഴുതിക്കോ, വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ഇനീഷ്യൽ പോയിന്റ്. ഇത് ഗ്രാഫിൽ വരക്കണല്ലോ, ഇത് ജസ്റ്റ് വെക്ടറിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ പറയണേന്നുള്ളൂ. നമുക്ക് പഠിച്ചു വരുമ്പോ മനസ്സിലാവും വെക്ടർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണത് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം നിനക്ക് എല്ലാം കറക്റ്റ് ആയിട്ട്. ഓക്കെ, വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ഇനീഷ്യൽ പോയിന്റ്. കണ്ട, സ്റ്റാർട്ടിംഗ് പോയിന്റ് രണ്ടിന്റെ സെയിം ആണ്. ഇവിടെ നിന്ന് തന്നെ രണ്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ഇനീഷ്യൽ പോയിന്റ്. ഓക്കെ, അടുത്തത് കോ പ്ലാനർ വെക്ടർ. കോ ഇനീഷ്യൽ കഴിഞ്ഞാ എഴുതിയ. ഇനി അടുത്തത് കോ പ്ലാനർ വെക്ടർ. കോ പ്ലാനർ വെക്ടർ. കോ പ്ലാനർ നമുക്ക് അത് തന്നെ അതുപോലെ തന്നെ പറയാം. വെക്ടേഴ്സ് ഹാവിംഗ് സെയിം പ്ലെയിൻ. അങ്ങനെയുള്ളതിനാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, ഇവിടെയാണ് വെക്ടർ എയും ഇവിടെ തന്നെയാണ് വെക്ടർ ബിയും എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? കോപ്ലാനർ വെക്ടർ എന്ന് പറയാം. വെക്ടേഴ്സ് ഹാവിംഗ് സെയിം പ്ലെയിൻ. രണ്ടിന്റെയും പ്ലെയിൻ എന്ന് പറയുന്നത് വെക്ടർ എയുടെ പ്ലെയിൻ എന്ന് പറഞ്ഞാലും വെക്ടർ എ ഇരിക്കുന്നത് എക്സ് വൈ പ്ലെയിനിൽ തന്നെയാണ്, വെക്ടർ ബി ഇരിക്കുന്നതും എക്സ് വൈ പ്ലെയിനിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള വെക്ടേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? കോപ്ലാനർ വെക്ടർ എന്ന് പറയാം. വെക്ടേഴ്സ് ഹാവിംഗ് സെയിം പ്ലെയിൻ. കോപ്ലാനർ വെക്ടർ, വെക്ടേഴ്സ് ഹാവിംഗ് സെയിം പ്ലെയിൻ.
വെക്ടേഴ്സ് ഹാവിംഗ് സെയിം പ്ലെയിൻ എഴുതിയാ. അടുത്തത് നൾ വെക്ടർ. നൾ വെക്ടർ എന്ന് പറയുമ്പോ അതിൽ നിന്ന് തന്നെ പറയാം മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും അതിന്റെ 0. മാഗ്നിറ്റ്യൂഡ് 0 ആണെങ്കിൽ നമ്മൾ ആ വെക്ടറിനെ നമ്മൾ എന്തെന്ന് പറയും? നൾ വെക്ടർ എന്ന് പറയും. വെക്ടേഴ്സ് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 0. നൾ വെക്ടർ ഓർ 0 വെക്ടർ എന്ന് പറയും കേട്ടോ. നൾ വെക്ടർ ഓർ 0 വെക്ടർ. വെക്ടേഴ്സ് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 0. ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന വെക്ടർ ആണ് നമുക്ക് വേണ്ടത്. പ്രോബ്ലം ചെയ്യാൻ എല്ലാം വേണ്ടത് അടുത്ത വെക്ടർ ആണ്. ഇത് കഴിഞ്ഞാൽ നൾ വെക്ടർ എഴുതിയാ ഓക്കെ. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് യൂണിറ്റ് വെക്ടർ. ഈ ഒരു ടേം നമുക്ക് ഇനി ഫുള്ള് വേണ്ടതാണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ എന്താ? യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നതാണ് യൂണിറ്റ് വെക്ടർ. അപ്പൊ എഴുതിക്കോ, യൂണിറ്റ് വെക്ടർ, വെക്ടേഴ്സ് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 1. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ. യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോ എങ്ങനെയാണ്? യൂണിറ്റ് വെക്ടർ, ഒരു വെക്ടർ എ ഉണ്ട്. അതിന്റെ യൂണിറ്റ് വെക്ടർ നമ്മളിപ്പോ എങ്ങനെയാ ഡിഫൈൻ ചെയ്ത? വെക്ടേഴ്സ് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 1 അല്ലെ? അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഞാൻ എങ്ങനെ എഴുതുന്ന പറഞ്ഞു തന്ന? മോഡുലസ് ഓഫ് എ. ഇതല്ലേ പറഞ്ഞു തന്നത് മാഗ്നിറ്റ്യൂഡ്? ഓക്കെ, മാഗ്നിറ്റ്യൂഡ് 1. ഈ എ ക്യാപ്പ് ഇതിനെന്താ പറയുന്ന? എ ക്യാപ്പ്. എന്താണ് എ ക്യാപ്പ്? ഓക്കെ, ഫസ്റ്റ് ടൈം കേൾക്കുന്നതുകൊണ്ട് അതിന് കുറച്ചാൾ കഴിയുമ്പോൾ ഇത് ശീലമായിക്കോളും. എ ക്യാപ്പ്. ഓക്കെ, ഈ എ ക്യാപ്പ് ആണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. യൂണിറ്റ് വെക്ടർ. ഓക്കെ, എ ക്യാപ്പ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എ ക്യാപ്പിന്റെ ഇക്വേഷൻ എഴുതാം. എ ക്യാപ്പ് ഈക്വൽ ടു വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും എക്സാമിന്. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞ് ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിക്കാം ഇത് എന്തായാലും. ഇതൊന്ന് എഴുതി വെച്ചേ. മോഡുലസ് എടുക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം, കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ യൂണിറ്റ് വെക്ടർ എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത്? ഇത് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇത് വെക്ടർ എ. ഇതെന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഏത്? എങ്ങനെ? ഒരു പ്രോബ്ലം ഞാൻ അടുത്ത് ചെയ്യിപ്പിക്കാം, അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാം മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഇത് ജസ്റ്റ് എഴുതി വെച്ചാ യൂണിറ്റ് വെക്ടർ എ ക്യാപ്പ് ഈക്വൽ ടു വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് എ. ഓക്കെ, എഴുതിയത് ഇതൊന്ന് ബോക്സ് ചെയ്തിട്ടോട്ടാ. ഓക്കെ, ഇതിപ്പോ ഒരു ഗ്രാഫിൽ കാണിക്കാനാണെങ്കിൽ എക്സ് വൈ സെഡ് ഇങ്ങനെ പോകുന്നെന്ന് വിചാരിക്കും. ഇപ്പോ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ക്യാപ്പ് വരുന്നത്? ഞാൻ പറഞ്ഞു യൂണിറ്റ് വെക്ടറിനെ കാണിക്കാനാണ്. യൂണിറ്റ് വെക്ടർ. അപ്പോ ഐ ക്യാപ്പ്, ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഐ ക്യാപ്പ് എന്ന് പറയുന്ന വെക്ടർ മൂവിംഗ് അലോങ് എക്സ് ആക്സിസ്, ജെ ക്യാപ്പ് എന്ന് പറയുന്ന വെക്ടർ മൂവിംഗ് അലോങ് വൈ ആക്സിസ് ആൻഡ് കെ ക്യാപ്പ് ഇസ് മൂവിംഗ് അലോങ് സെഡ് ആക്സിസ്. അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഫ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 4i + 3j. ഇങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇങ്ങനെയായിരിക്കും വെക്ടർ റെപ്രസെന്റേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന. ഏതാണ് ഈ ക്വസ്റ്റ്യൻസ് അല്ലേ? പക്ഷെ ഇപ്പം മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞല്ലേ, എല്ലാം കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ വരുവാന്ന് വിചാരിക്കും. എഫ് ഇസ് ഈക്വൽ ടു 4i. ഫോഴ്സിന്റെ വാല്യൂ ആണ് ഈ തന്നേക്കണത്. ഓക്കെ, അങ്ങനെ വെക്ടറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുക. എഫ് ഇസ് ഈക്വൽ ടു 4i + 3j. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എഫ് എന്ന് പറയുന്നത് 4 ന്യൂട്ടൺ. എഫിന്റെ വാല്യൂ 4 ന്യൂട്ടൺ ഈസ് മൂവിംഗ് അലോങ് എക്സ് ആക്സിസ്. ഓക്കെ, ആൻഡ് 3j എന്ന് പറയുമ്പോഴത്തേക്കും 3 ന്യൂട്ടൺ ഈസ് മൂവിംഗ് അലോങ് വൈ ആക്സിസ്. അതാണ് ഈ വെക്ടറിൽ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഫോഴ്സിന്റെ ടോട്ടൽ ഫോഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നതെങ്കിൽ 4i എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് 4i ഈസ് മൂവിംഗ് അലോങ് എക്സ് ആക്സിസ് ആൻഡ് 3j ഈസ് മൂവിംഗ് അലോങ് വൈ ആക്സിസ്. അതാണ് നമ്മൾ വെക്ടറിൽ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എടുക്കാൻ പഠിക്കാം. മാഗ്നിറ്റ്യൂഡ് എടുക്കണമെങ്കിൽ ഞാൻ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ വെക്ടർ എഫ് ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് എഫ് എടുക്കണമെന്ന് പറയും. മോഡുലസ് എടുക്കണം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ √4² + 3². ഇതാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇപ്പൊ ക്വസ്റ്റ്യൻ വന്ന് മാഗ്നിറ്റ്യൂഡ് കാണാനായിട്ടൊന്നും വരില്ല, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനേ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പൊ ഇതെങ്ങനെ വരും? റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, റൂട്ട് ഓഫ് 16 പ്ലസ് 9. ഓക്കെ, അങ്ങനെ വരും. ഇനി അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ഇപ്പൊ എഫ് തന്നെ ആവണമെന്നില്ല. ഇപ്പൊ വെക്ടർ എ ഇസ് ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് 4k ഇങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ എ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് പറയുന്നത്. മനസ്സിലായ? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ എഴുതാം, അപ്പൊ കിട്ടും കറക്റ്റ് ആയിട്ട്. f5 പ്ലസ് 3j പ്ലസ് 6k. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഐ ക്യാപ്പിന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. ജെ ക്യാപ്പിന്റെ വാല്യൂ എത്രയായിരിക്കും? 1. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എഫ് കണ്ടുപിടിക്കണമെങ്കിൽ, മോഡുലസ് ഓഫ് എഫ് എടുക്കണമെങ്കിൽ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. ഇത് മാത്രം എഴുതിയ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. കെ ക്യാപ്പ് എഴുതണം. വെക്ടർ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ. ക്വസ്റ്റ്യൻ ഇങ്ങനെ വെക്ടർ റെപ്രസെന്റേഷനിലേ വരുള്ളൂ. ഓക്കെ, ഇത് എഴുതിയേ എഫ് ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ എഴുതി എഫ് ഇസ് ഈക്വൽ ടു 4i പ്ലസ് 3j പ്ലസ് 6k. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ. ഇപ്പൊ ഇവിടെ എഴുതിയ ഇക്വേഷൻ അത് വെച്ചൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ ഒരു ഇക്വേഷൻ ഞാൻ ബോക്സ് ചെയ്ത് തരാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ആ ഇക്വേഷൻ എന്തായിരുന്നു? എ ക്യാപ് ഈക്വൽ ടു വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. ഇതായിരുന്നു നമ്മൾ യൂണിറ്റ് വെക്ടറിന്റെ ഇക്വേഷൻ. ഞാൻ ബോക്സ് ചെയ്തിട്ടുണ്ടോ? പറഞ്ഞതല്ലേ, ബോക്സ് ചെയ്ത് തരാൻ പറഞ്ഞു. ഓക്കെ, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. ഇവിടെ അവിടെ എയുടെ ടേംസിലാണ് കിടക്കുന്നത്, ഇവിടെ എഫിന്റെ ടേംസിലാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ മോഡുലസ് ഓഫ് എഫ് കാണും. ഇക്വേഷൻ എങ്ങനെ വരും? ക്യാപ് ഈക്വൽ ടു വെക്ടർ എഫ് ബൈ മോഡുലസ് ഓഫ് എഫ്. ഇത് ഞാൻ മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. ഫസ്റ്റ് തന്നെ മോഡുലസ് ഓഫ് എഫ് കണ്ടുപിടിച്ചേ. മോഡുലസ് കണ്ടുപിടിക്കണ്ട ഞാൻ പറഞ്ഞു തന്നു. മോഡുലസ് കണ്ടുപിടിച്ച എത്ര കിട്ടുമെന്ന്? റൂട്ട് 61. റൂട്ട് 61 മോഡുലസ് എടുത്താൽ മതി. ജസ്റ്റ് ഇത് ഞാൻ പറഞ്ഞില്ലേ, മോഡുലസ് എടുക്കണ എങ്ങനെയാണ്? മോഡുലസ് ഓഫ് റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ, റൂട്ട് ഓഫ് 16 പ്ലസ് 9 പ്ലസ് 36 ഈക്വൽ ടു റൂട്ട് 61. ഓക്കെ, മോഡുലസ് ഫസ്റ്റ് കണ്ടുപിടിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. യൂണിറ്റ് വെക്ടർ, ഈ ക്വസ്റ്റ്യൻ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാത്രമേ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ. ഇനി നമുക്ക് ഇത്രയും ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വെക്ടർ എ, വെക്ടർ എക്ക് പകരം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? വെക്ടർ എഫ്. അപ്പൊ എന്ത് ചെയ്യാ? 4i പ്ലസ് 3j പ്ലസ് 6k ക്യാപ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എഫ് എത്ര കിട്ടി? റൂട്ട് 61. ഇത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. 4 ബൈ റൂട്ട് 61 ഐ ക്യാപ്പ് പ്ലസ് 3 ബൈ റൂട്ട് 61 ജെ ക്യാപ്പ് പ്ലസ് 6 ബൈ റൂട്ട് 61 കെ ക്യാപ്പ്. ഇതാണ് ആൻസർ. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ ചെയ്യണം. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കേ. കിട്ടാതെ ഉണ്ടാ, മനസ്സിലാവാതെ ഉണ്ടാ, മനസ്സിലായാലും പറഞ്ഞുതരാം. കിട്ടിയാ? ഏതാടാ ഇത് കണ്ടുപിടിക്കണതാ? ഇത് കണ്ട, നമ്മൾ പഠിച്ചിരിക്കുന്ന യൂണിറ്റ് വെക്ടറിന്റെ ഇക്വേഷൻ ഇതാണ്. ഇവിടെ എല്ലാം എയുടെ ടേംസിലാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് എഫിന്റെ ടേംസിലാണ് കിടക്കണം. അതുകൊണ്ട് ഇക്വേഷൻ ഇങ്ങനെ എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. മോഡുലസ് ഫസ്റ്റ് കണ്ടുപിടിക്കാം. മോഡുലസ് കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ? ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? വെക്ടർ എഫ് ഇതല്ലേ, അത് അങ്ങനെ തന്നെ എഴുതുക. 4i പ്ലസ് 3j ക്യാപ്, സ്മോൾ ലെറ്റർ മാത്രമേ യൂസ് ചെയ്യാൻ പാടില്ലേ, 6k ക്യാപ് ഡിവൈഡഡ് ബൈ ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു റൂട്ട് 61. അതങ്ങ് എഴുതുക. ദെൻ 4 ബൈ റൂട്ട് 61. ഈ 61 എന്ന് പറഞ്ഞാൽ ഇയാൾക്കും ഇതിനും എല്ലാത്തിനും ബാധകമല്ലേ. അപ്പൊ 4 ബൈ റൂട്ട് 61 ഐ ക്യാപ്പ് പ്ലസ് 3 ബൈ റൂട്ട് 61 ജെ ക്യാപ്പ് പ്ലസ് 6 ബൈ റൂട്ട് 61 കെ ക്യാപ്പ്. ഇത്രേ ഉള്ളൂ. മനസ്സിലായടാ നിനക്ക്? പറഞ്ഞു തന്നോ ഒന്നുകൂടി? കിട്ടിയാ പീറ്ററെ? കിട്ടിയാ? അമ്മനെ കിട്ടിയാ? പുസ്തകം കിട്ടോണ്ടല്ലോ.
ഇങ്ങനെ ഹോംവർക്ക് എഴുതിക്കോ. ആ എഴുതിക്കോ എഴുതിക്കോ. അല്ല എഴുതിയിട്ടോ, ഇതിപ്പോ തന്നെ ചെയ്യാം. എഴുതിയിട്ടെ. എന്നെ ഒന്ന് ഓർപ്പിക്കണേ. ഓർപ്പിക്കൂല. ഓക്കെ, എന്നാ ഞാൻ ഓർത്ത് തന്നോളാം, കുഴപ്പമില്ല. മനസ്സിലായ? യൂണിറ്റ് വെക്ടർ, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമല്ലോ. ഇത്രയും ചെയ്താൽ മതി. മോഡുലസ് എടുക്കണം, മനസ്സിലായില്ലേ? ഇപ്പൊ ഇങ്ങനെയാണ് മോഡുലസ് എടുക്കേണ്ടത്. ജസ്റ്റ് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഡയറക്റ്റ് ആണെന്ന് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി അടുത്തയിലേക്ക് പോവാം. നാം ഹോംവർക്ക് ലാസ്റ്റ് തരാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇവിടെ പഠിക്കേണ്ട ടേം. അപ്പൊ ഇത്രയും ഞാൻ പഠിപ്പിച്ചതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടറിൽ നിന്ന് ക്വസ്റ്റ്യനും ചോദിക്കും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ പറഞ്ഞ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഈക്വൽ വെക്ടർ എന്താണ്, കൊലീനിയർ എന്താണ്, കോപ്ലാനർ എന്താണ്, കോഇനീഷ്യൽ എന്താണ്, ജസ്റ്റ് ഡെഫിനീഷൻ ഒക്കെ ഒന്നും ജസ്റ്റ് വായിച്ചു പോയാൽ മതി. യൂണിറ്റ് വെക്ടർ നോക്കുക, ഇക്വേഷൻ പഠിക്കണം. ഓക്കെ, അടുത്തത് ഇനി പൊസിഷൻ വെക്ടർ എന്ന് പറയുന്ന ടേമ പഠിക്കാൻ പോകുന്ന പൊസിഷൻ വെക്ടർ. ഇത് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. പൊസിഷൻ വെക്ടർ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ജസ്റ്റ് ശ്രദ്ധിച്ചു, ഒരു എക്സ് ആക്സിസ് ഒരു വൈ ആക്സിസ്. ഓക്കെ, എക്സ് ആക്സിസ് ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് പി ഉണ്ട്. ഇതിന്റെ പൊസിഷൻ വെക്ടർ എങ്ങനെയാ എഴുതുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒറിജിനിൽ നിന്നായിരിക്കും വെക്ടർ വരക്കുന്നത്. ഒറിജിനിൽ നിന്ന്. അപ്പൊ ഒറിജിൻ ഓ പി ക്യാപ്, ഇങ്ങനെയാണ് പൊസിഷൻ വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ഗ്രാഫ് ഓർക്കുക, ഒരു പ്ലെയിൻ എക്സ് വൈ പ്ലെയിൻ, അതിലൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ വെക്ടർ ആണ്. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരക്കുന്നത്. ഇനി അടുത്ത ഒരു വെക്ടറുടെ ക്യൂ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോഴും ആ ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? കണ്ടാ, ഓ ക്യൂ. വെക്ടർ റെപ്രസെന്റേഷൻ എപ്പോഴും ഈ ആരോ ഇല്ലെങ്കിൽ ആൻസർ തെറ്റിയിട്ടാ. വെക്ടർ എന്ന് പറയുമ്പോ ആരോ വേണം. ഓക്കെ, തെറ്റും. ഇങ്ങനെ തന്നെ ഇടണം. ഓക്കെ, പൊസിഷൻ വെക്ടർ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ, എങ്ങനെയാ വരുന്നതെന്ന് ജസ്റ്റ് എഴുതി വെച്ചോ. എന്റെ ഓക്കെ, പൊസിഷൻ വെക്ടർ എഴുതി വെച്ചാ വേഗം എഴുത്. പുതിയൊരു ടേമാണ്. നമുക്ക് ഇനി വെക്ടറിന്റെ അഡീഷൻ പഠിക്കാനുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാനുണ്ട്. സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. സ്കെയിലർ ആണെങ്കിൽ നമുക്ക് എല്ലാം ജസ്റ്റ് ഡയറക്റ്റ് സാധാരണ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ചെയ്താൽ മതി. പക്ഷെ വെക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ച് വെക്ടേഴ്സിന് ഡയറക്ഷൻ കൂടെ കൺസിഡർ ചെയ്യണം അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ കുറച്ച് റൂൾസ് പഠിക്കണം. അടുത്ത നമുക്ക് എടുക്കാൻ പോകുന്ന അഡീഷൻ ആയിരിക്കും. അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാനായിട്ട് സിമ്പിൾ ആണ്. എനിക്ക് സിമ്പിൾ ആയിട്ടാ പോകണം. ഇല്ല, കുഴപ്പമില്ല, പഠിക്കാം അല്ലെ, പഠിക്കണ്ടേ? ഓക്കെ, കഴിഞ്ഞ. ഓക്കെ, അടുത്തത് അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. ഞാൻ പറഞ്ഞു, ഇപ്പൊ സ്കെയിലർ ആണെങ്കിൽ നമുക്ക് ഒന്നും നോക്കണ്ട, ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ജസ്റ്റ് ആഡ് ചെയ്ത് നമ്മൾ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ യൂസ് ചെയ്താൽ മതി, അഡീഷൻ യൂസ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ വെക്ടർ ആണ്, അപ്പൊ ഡയറക്ഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പൊ രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല നമ്മൾ എന്തും കൺസിഡർ ചെയ്യണം, ഡയറക്ഷൻ. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡും വരും ഡയറക്ഷനും വരും. അതുകൊണ്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുക? ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം. സോ നമ്മൾ വേറെ റൂൾ പഠിക്കണം. ഫസ്റ്റ് അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. ഫസ്റ്റ് വൺ എഴുതിക്കോ. ഇഫ് ടു വെക്ടേഴ്സ് are in the same direction. If two vectors are in the same direction. Okay, അപ്പൊ അതായത് ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് സെയിം ഡയറക്ഷനിൽ പോവാന്ന് വിചാരിക്കും. വെക്ടർ എയും വെക്ടർ ബിയും സെയിം ഡയറക്ഷനിൽ പോകുവാണെന്ന് വിചാരിക്കും. സെയിം ഡയറക്ഷനിൽ പോകുവാണ്. അങ്ങനെയാണെങ്കിൽ പറയാന് ഓക്കെ, ടു വെക്ടേഴ്സ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. രണ്ട് വെക്ടേഴ്സ് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. എങ്ങനെ ആഡ് ചെയ്യേണ്ടത്? റിസൾട്ടന്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഇസ് എ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഇപ്പൊ റിസൾട്ടന്റിനെ ഞാൻ ആറെന്ന് ഡിനോട്ട് ചെയ്യാനാണ്. ഇത് കിട്ടുന്ന ഇത് വെക്ടർ എയും വെക്ടർ ബിയും ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ റിസൾട്ടന്റ് എന്നാണ് നമ്മൾ പറയാം. അപ്പൊ റിസൾട്ടന്റ് എന്ന് പറയുന്നത്
റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി. ഓക്കെ, ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചേ, വരച്ച് എഴുതി വെക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം എഴുതുന്നത് എങ്ങനെയാണ്. മോഡുലസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണത്. അത് സെയിം തന്നെ. ആണ് സാർ. ഓക്കെ, എഴുതിക്കേ. Okay, എഴുതിക്കോ. If two vectors are in the same direction. അല്ല, ഫസ്റ്റ് വൺ തന്നെ എഴുതിയായിരുന്നു അത്. Two vectors are in the same direction. The magnitude of resultant is the അതിന്റെ വാക്യ. The magnitude of resultant is the sum of magnitude of two vectors. പ്രണവ് എഴുതുന്നുണ്ടോ? വിവേക് എഴുതിയ? Okay. Two vectors. Okay, and the direction is same as that of two vectors. Directionും ആ രണ്ട് വെക്ടേഴ്സ് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഓക്കെ, എഴുതിയ ഡയറക്ഷൻ ഈസ് സെയിം as that of two vectors. If two vectors, ഒന്നുകൂടെ പറയാനാണ്, അത് എഴുതി വെക്കല്ലേ. If two vectors A and B are in the same direction, the magnitude of resultant is the sum of magnitude of two vectors and the direction is same as that of two vector. എഴുതിയ ഡയറക്ഷൻ ഈ സെയിം as that of two vector. അപ്പൊ ഫസ്റ്റ് കേസ് കണ്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയായിരിക്കും. ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് ജസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്താൽ മതി. മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ മോഡുലസ് എടുക്കണമെന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതുപോലെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇനി അടുത്ത കേസ് സബ്ട്രാക്ഷൻ. ഓക്കെ, if two vectors A and B are in opposite direction, if two vectors A and B are in opposite direction, the magnitude of resultant is the difference of two vectors. Difference of magnitude of two vectors. Magnitude of resultant is the difference in magnitude of two vectors. എങ്ങനെയാണെങ്കിലും എഴുതിക്കോ, മനസ്സിലായാൽ മതി. Difference in magnitude of two vectors. എഴുതിയ if two vectors എവിടെ വരെ എഴുതി? If two vectors A and B are in the opposite direction, the magnitude of resultant, നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റിന്റെ magnitude of resultant is the difference in magnitude of two vectors and the direction is same as that of big vector. അപ്പൊ ഡയറക്ഷൻ ഇടുന്നതിൽ ഏത് ക്വാണ്ടിറ്റി ആണോ, ആരുടെ ഡയറക്ഷൻ ഇതാണ് വലുതായിട്ടിരിക്കുന്നത്, അതിന്റെ ഡയറക്ഷൻ നമ്മൾ ഇടണം. എഴുതിയ ഡയറക്ഷൻ ഈ സെയിം as that of big vector. ഇല്ല, ഏതാണോ ബിഗ് അതിന്റെ ഡയറക്ഷൻ ഇടണം. ഡയറക്ഷൻ ഇപ്പൊ ഏതാണോ വലുത് അതിന്റെ ഡയറക്ഷൻ. ഇത് കുറച്ച് തിയറി നിങ്ങൾ പഠിച്ചു വെക്കുക, അങ്ങനെയാണ്. ഓക്കെ, എഴുതിയ അടുത്തത് എഴുതിയില്ലേ? ഇനി അടുത്ത കേസ് വെക്ടേഴ്സ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ. എഴുതിക്കോ.
വെക്ടേഴ്സ് സ്പീഡാണോ? വെക്ടേഴ്സ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ. വെക്ടേഴ്സ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ, അതായത് ഒരു വെക്ടേഴ്സിന്റെ ഇടയിൽ ഒരു ആംഗിൾ വരുന്ന കേസ് ആണെങ്കിൽ നമ്മൾ അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? അതിന് നമുക്ക് രണ്ട് ലോസ് ആണ് യൂസ് ചെയ്യാനുള്ളത്. ഒരെണ്ണം ട്രയാംഗിൾ ലോ ഓഫ് വെക്ടർ അഡീഷനും അടുത്തത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും. ഓക്കെ, ഫസ്റ്റ് വൺ ട്രയാംഗിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാംഗിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാംഗിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷൻ. ട്രയാംഗിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അഡീഷൻ ആഡല്ലേ ചെയ്യുന്നത്? അഡീഷൻ ഓഫ് വെക്ടേഴ്സ് അല്ലേ? ട്രയാംഗിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, നമുക്ക് ട്രയാംഗിൾ ലോ പറയാം. ട്രയാംഗിൾ ലോയും പാരലോഗ്രാം ലോയും എഴുതാൻ ചോദിക്കും, എന്തായാലും ചോദിക്കും, അത് പഠിക്കണം. ഓക്കെ, ഞാൻ ഇമ്പോർട്ടന്റ് പറയണത് മാർക്ക് ചെയ്ത് വെച്ചേക്കണേ, അത് ചോദിക്കും. ട്രയാംഗിൾ ലോ എന്ന് പറയുമ്പോ ഓക്കെ, ട്രയാംഗിൾ ലോ ശ്രദ്ധിക്കണേ. ഒരു വെക്ടർ OA, ഒരു വെക്ടർ, ഇതിനെ ഞാൻ വെക്ടർ P എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യണേ. ഓക്കെ, ഇതിന്റെ ഹെഡിൽ നിന്ന് അടുത്ത വെക്ടർ സ്റ്റാർട്ട് ചെയ്യണേ, B. ഇതിനെ ഞാൻ Q എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്യണേ. അപ്പൊ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഇതൊരു വെക്ടർ, അതിനെ ഞാൻ P എന്ന് ഡിനോട്ട് ചെയ്ത്, അടുത്ത ഒരു വെക്ടർ അതിനെ ഞാൻ Q എന്ന് ഡിനോട്ട് ചെയ്ത്. ഓക്കെ, ഇത് രണ്ടും ട്രയാംഗിൾ ലോ എന്ന് പറഞ്ഞേക്കുന്നത് ഇത് രണ്ടും അഡ്ജസന്റ് സൈഡ് ഓഫ് എ ട്രയാംഗിൾ ആണ്. ഓക്കെ, അഡ്ജസന്റ് സൈഡ് ഓഫ് എ ട്രയാംഗിൾ. ഇനി ഇതിങ്ങനെയാണ് വെക്ടേഴ്സ് ഇരിക്കുന്നതെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേർഡ് സൈഡ് ആയിരിക്കും റിസൾട്ടന്റ് ആയിട്ട് വരുന്നത്. തേർഡ് സൈഡ് കറക്റ്റ് ആയിട്ട് വരക്കണേ. തേർഡ് സൈഡ് ആണ് റിസൾട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ട്രയാംഗിൾ ലോ എന്ന് പറയുന്നത്. റിസൾട്ടന്റ് വെക്ടർ P പ്ലസ് വെക്ടർ Q. ഓക്കെ, ഫസ്റ്റ് രണ്ട് സൈഡ് അഡ്ജസന്റ് സൈഡ് ഓഫ് എ ട്രയാംഗിൾ ആണ്. അങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ തേർഡ് സൈഡ് ആണ് നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ജോയിൻ ചെയ്ത് വരക്കാം. റിസൾട്ടന്റ് ഈക്വൽ ടു വെക്ടർ P പ്ലസ് വെക്ടർ Q. ഇവിടെ ആയിരിക്കും തീറ്റ വരുന്നത്. മനസ്സിലായോ? രണ്ട് വെക്ടേഴ്സ്, ഇതൊരു വെക്ടർ ആണെന്ന് മനസ്സിലായല്ലോ. ഇത് ഫസ്റ്റ് വെക്ടർ, ഇത് സെക്കൻഡ് വെക്ടർ. ഫസ്റ്റ് വെക്ടറിന്റെ ഈ ഹെഡിൽ നിന്ന് തന്നെ അടുത്ത വെക്ടർ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ ഇത് രണ്ടും അഡ്ജസന്റ് സൈഡ് ഓഫ് എ ട്രയാംഗിൾ ആയി. ഓക്കെ, ഇത് ഞാൻ ജോയിൻ ചെയ്ത് വരച്ചു. ഏതാണ് ട്രയാംഗിൾ? ഇപ്പൊ രണ്ട് സൈഡ് ഞാൻ കാണിച്ചിട്ടുള്ളൂ, അടുത്ത സൈഡ് വരച്ചു. അതാണ് റിസൾട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ജസ്റ്റ് ജോയിൻ ചെയ്ത് വരച്ചു. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്ന റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ ആണ് P പ്ലസ് Q. ഇത്ര എഴുതിയാൽ മതി. ലോ എഴുതിക്കോ, അത് കഴിഞ്ഞാൽ പറയാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇത് രണ്ടും കണ്ട ഈ വെക്ടറും ഈ വെക്ടറിന്റെ ഡയറക്ഷൻ നോക്കിക്കേ. ഇത് രണ്ടും എന്ത് ഡയറക്ഷനാ? ക്ലോക്ക് വൈസ് ആണ് ആന്റി ക്ലോക്ക് വൈസ് ആണോ? ആന്റി ക്ലോക്ക് വൈസ്. പക്ഷെ ഈ തേർഡ് റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ നോക്കിക്കേ, ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസിലുള്ള വെക്ടേഴ്സ് ഈ ലോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രയാംഗിൾ ലോ. ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രയാംഗിൾ ലോ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, എഴുതിക്കോ, ഞാൻ തിയറി പറഞ്ഞു അപ്പൊ കറക്റ്റ് കിട്ടും. ഇഫ് ടു വെക്ടേഴ്സ് എഴുതിയിട്ട് വരക്കാം, കറക്റ്റ് ആയിട്ട് കിട്ടും. ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റ് ബൈ, പ്രണവ് എഴുതുന്നുണ്ടോ? If two vectors are represented by the two sides of two vectors are represented by the two sides of a triangle, both in magnitude and in direction, same order, both in direction and in magnitude, same order. Then the third side of the triangle,
then the third side of the triangle in the reverse order, represent vector sum of vectors, vector sum of vectors, vector sum of vectors. Okay. എങ്ങനെ? ഇതിപ്പോ കണ്ട ഇതിന്റെ രണ്ടിന്റെയും, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോ ഈ രണ്ട് വെക്ടേഴ്സ്, അതായത് അഡ്ജസന്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ രണ്ട് വെക്ടേഴ്സിന്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും. പക്ഷെ തേർഡ് വണ്ണിന്റെ ഡയറക്ഷൻ, റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അത്ര ഓർത്താൽ മതി. ഇപ്പൊ ഈ ലോ നമ്മൾ എവിടെയാ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കറക്റ്റ് ശ്രദ്ധിച്ചോ. ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ ഇരിക്കണം. ഇതൊരു ഫസ്റ്റ് വെക്ടർ പി എന്ന് പറയുന്ന ഒരു വെക്ടർ. ഓക്കെ, ഇത് അടുത്തൊരു വെക്ടർ ക്യൂ എന്ന് പറയുന്ന അടുത്ത വെക്ടർ. ഇവിടെ ശ്രദ്ധിച്ചോട്ടാ, ഇതൊരു ഫസ്റ്റ് വെക്ടർ പി എന്ന് പറയുന്ന വെക്ടർ, ഇത് അടുത്ത ഒരു വെക്ടർ ക്യൂ എന്ന് പറയുന്ന വെക്ടർ. ഇതിന്റെ രണ്ടിന്റെ ഡയറക്ഷൻ സെയിം അല്ലേ? രണ്ടിന്റെ ഡയറക്ഷൻ സെയിം ഡയറക്ഷനിലാണ് രണ്ടും പോകുന്നത്. മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണ്, മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ട്രയാങ്കിൾ ലോ യൂസ് ചെയ്യുക. അപ്പൊ തേർഡ് സൈഡ് എന്ന് പറയുന്നത്, ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡർ ആയിരിക്കും. മനസ്സിലായില്ലേ? റിവേഴ്സ് ഓർഡറിലായിരിക്കും വരുന്നത്. ഇതാണ് നമ്മൾ എന്തെന്ന് പറയാ? ട്രയാങ്കിൾ ലോ എന്ന് പറയുക. ഫസ്റ്റ് രണ്ട് സൈഡ് അഡ്ജസന്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ റെപ്രസെന്റ് ചെയ്യും. തേർഡ് വൺ ഈസ് ദ റിസൾട്ടന്റ്. റിസൾട്ടന്റ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു വെക്ടർ സം ഓഫ് ടു വെക്ടേഴ്സ്, വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ. മനസ്സിലായ? ഇത് സിമ്പിൾ ആണ്. ഇനി അടുത്ത പാരലലോഗ്രാം എങ്ങനെ പറയുന്നാവോ? ഓക്കെ, എഴുതിക്കോ. അടുത്തത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാങ്കിളിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? പറഞ്ഞേനാ? ട്രയാങ്കിളിലോ കുഴപ്പമില്ലല്ലോ. പറയണെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോഴേ ക്ലിയർ ആക്കി പോണോതാ പറയണ ട്രയാങ്കിളിലോ ഒന്നുകൂടി. ഏതാണ്? ഇല്ല നോക്കിക്കേ, ഇത് രണ്ടുമാണ് ഒരേ ഡയറക്ഷനിൽ പോകുന്നത്. ഇത് കണ്ട, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇയാള് നേരെ തിരിച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ പി പ്ലസ് ക്യൂ. ഈ രണ്ട് സൈഡ് അഡ്ജസന്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ റെപ്രസെന്റ് ചെയ്യും. തേർഡ് വൺ ഈസ് ദ റിസൾട്ടന്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യേണ്ട കേസ് ഏതാ? ഒരു ആംഗിൾ തീറ്റ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതിയല്ല. സെയിം ഡയറക്ഷനും സെയിം മാഗ്നിറ്റ്യൂഡും ഒക്കെയാണ് വരുന്നതെങ്കിൽ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ സെയിം ഡയറക്ഷൻ ആണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ് വരുന്നതെങ്കിൽ, സെയിം ഡയറക്ഷനിലാണ് രണ്ട് വെക്ടർ പോകുന്നതെങ്കിൽ, നമ്മൾ ഫസ്റ്റ് കേസ് അതല്ലേ പഠിച്ചത്? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി മാഗ്നിറ്റ്യൂഡ് തമ്മിൽ. പക്ഷേ ഇവിടെ എന്താണ്? ഒരു ആംഗിൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ട്രയാങ്കിളിലോ യൂസ് ചെയ്യുന്നത്. ക്രിസിന് കിട്ടിയ ജ്യോതിഷിന് ഡൗട്ട് ഉണ്ടാ? ഉണ്ടെങ്കിൽ ചോദിച്ചു, ഒന്നുകൂടെ പറഞ്ഞുതരാം. പീറ്ററെ പറയണ? ഓക്കെ, ഒന്നുകൂടെ വായിച്ചേ എന്നിട്ട് വേണം അടുത്ത ലോ പറയാൻ. രണ്ടും കൺഫ്യൂഷൻ ആവരുത്. ഉറങ്ങിയ നീ അത് താഴെ വെച്ചേക്ക്. ഓക്കെ, വേഗം വായിക്കുന്നൂടെ. വായിച്ചാ? ഓക്കെ, അടുത്തത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. എഴുതിയാ? പാരലലോഗ്രാം ലോ അത് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഇത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ട്രയാങ്കിൾ ലോയും പാരലലോഗ്രാം ലോയും എഴുതിക്കും. എന്തായാലും എഴുതിക്കും. ലോ ചോദിക്കുകയും ചെയ്യുവേ. ഇത് 2 മാർക്ക് ഓർ 3 മാർക്ക്. ഈ ട്രയാങ്കിളിലോ 2 മാർക്ക് ഒക്കെ ചോദിക്കുള്ളൂ. അല്ല, പാരലലോഗ്രാമിലോ ചോദിക്കാൻ സാധ്യതയില്ല, ട്രയാങ്കിളിലോ ചോദിക്കാൻ അങ്ങനെ സാധ്യതയില്ല. അത് വലുതായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഒരു തിയറി ആയിട്ട് പഠിക്കാൻ. ജസ്റ്റ് അത് മാത്രം ഒന്ന്. രണ്ട് സൈഡ് അഡ്ജസന്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ റെപ്രസെന്റ് ചെയ്യും. തേർഡ് സൈഡ് എന്ന് പറയുന്നതായിരിക്കും റിസൾട്ടന്റ്. അത്രേ ഉള്ളൂ അത് പഠിക്കാൻ. രണ്ട് സൈഡ്, ഫസ്റ്റ് 2 സൈഡ്സ് നമ്മൾ വരച്ച് കാണിക്കുന്ന ആ സൈഡ്സ് അഡ്ജസന്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് തേർഡ് വൺ റെപ്രസെന്റ് റിസൾട്ടന്റ്. അത്ര എഴുതിയാലും മാർക്ക് കിട്ടും. അടുത്ത ലോ കാര്യത്തിൽ നോക്കണം. എന്താ?
ആദ്യം ലോ എഴുതിക്കോ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം നല്ലത്. ഇഫ് ടു വെക്ടേഴ്സ് are represented both in magnitude and direction by the adjacent side of a parallelogram then the diagonal of parallelogram starting from the point of intersection diagonal of the parallelogram then the diagonal of the parallelogram starting from the point of intersection of the two vectors represent the resultant പറഞ്ഞിട്ടില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. Starting from the point of intersection of two vectors represent the resultant. ഇത് മറ്റേതുപോലെ തന്നെ, ഇത് തിയറി ആയിട്ട് നിങ്ങൾ പഠിക്കണോട്ടെ, കറക്റ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കി പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് രണ്ട് സൈഡ്, ഇപ്പൊ ഈ ഒരു സൈഡ് ഇത് ഞാൻ വെക്ടർ പി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്ത്, ഇത് വെക്ടർ ക്യൂ എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് ഫസ്റ്റ് വെക്ടർ എ, ഇത് ഒ എ ഞാൻ വെക്ടർ പി ആയിട്ട് റെപ്രസെന്റ് ചെയ്ത്, അടുത്തത് ഒ ടു ബി ഇത് വെക്ടർ ക്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഈ രണ്ട് സൈഡും എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ഓഫ് എ പാരലലോഗ്രാം ആയിട്ട് ഇമാജിൻ ചെയ്യണം. ഈ രണ്ട് സൈഡും അഡ്ജസന്റ് സൈഡ് ഓഫ് ദ പാരലലോഗ്രാം ആണ്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു. ഈ ഡയഗണൽ ആയിരിക്കും എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? റിസൾട്ടന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. റിസൾട്ടന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡെറിവേഷൻ ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, നേരത്തെ നമ്മൾ റിസൾട്ടന്റ് എഴുതാൻ വേണ്ടി ജസ്റ്റ് റിസൾട്ടന്റ് ആ ട്രയാങ്കിൾ ലോയിൽ എന്താ ചെയ്തത്? ജസ്റ്റ് വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ അല്ലേ ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഡെറിവേഷൻ തന്നെ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത്രയും നോക്കാം. ഫസ്റ്റ് ഇപ്പൊ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് ഈ ഒരു വെക്ടറും അഡ്ജസന്റ് സൈഡ് ഓഫ് ദ പാരലലോഗ്രാം ആയിട്ട് ഇമാജിൻ ചെയ്യാം. ദെൻ നമ്മൾ ഇത് ജോയിൻ ചെയ്ത് വരച്ചു. ഈ ഒരു ഡയഗണൽ ആയിരിക്കും എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? റിസൾട്ടന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ റിസൾട്ടന്റിനെ നമ്മൾ കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് റിസൾട്ടന്റ്. ഇത് വരച്ചിന്റെ ഡെറിവേഷൻ ചെയ്യാൻ പോണേ. ടു ഫൈൻഡ് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. മറ്റേതിൽ ഡയറക്റ്റ് അങ്ങ് എഴുതി വെച്ച് വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ. ഇനി അതല്ല, നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചെത്തും. ടു ഫൈൻഡ് റിസൾട്ടന്റ്. ഇനി ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ, ഡെറിവേഷൻ ചെയ്യണത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ കിട്ടൂല. കാണാൻ പറ്റുണ്ടോ? ഓക്കെ, നമുക്ക് റിസൾട്ട് വരച്ചാ. നിങ്ങൾ തന്നെ വരച്ചോ. ഇതൊരു വെക്ടർ പി, ഇത് അടുത്തൊരു വെക്ടർ. ഏതാണ്? ഇതാണോ? ഇത് ബി. ഒ ബി എന്ന് പറയുന്നത് ഞാൻ വെക്ടർ ക്യൂ ആയിട്ട് എടുത്ത്, ഒ എ എന്ന് പറയുന്നത് വെക്ടർ പി ആയിട്ട് എടുത്ത്. ഇനി ഈ രണ്ട് വെക്ടേഴ്സ്, ഇത് വെക്ടർ ക്യൂ, ഇത് വെക്ടർ പി. ശ്രദ്ധിക്കണേ, ഇത് വെക്ടർ ക്യൂ, ഇത് വെക്ടർ പി. ഇത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഞാൻ തീറ്റ ആയിട്ട് എടുത്തു. ഓക്കെ, തീറ്റ, ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയിട്ട് എടുത്തു. ഇനി അടുത്തത് ഈ റിസൾട്ടന്റും ഈ ഒരു വെക്ടറും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ ഞാൻ ആൽഫ ആയിട്ട് എടുത്തു. ഓക്കെ, ഇത് രണ്ട്, ഈ ഒരു ക്യൂവും ഈ ഒരു പിയും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ, ഇത് രണ്ടും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഞാൻ തീറ്റ ആയിട്ട് എടുത്ത്. ഇനി ഈ ഒരു റിസൾട്ടന്റ്, ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് ആർ. ഓക്കെ, റിസൾട്ടന്റും ഈ ഒരു വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഞാൻ എന്തായിട്ട് എടുത്ത്? ആൽഫ ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഡിറൈവ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ഒ എന്ന് പറയുന്ന ഈ വെക്ടർ ഇല്ലേ, ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കണേ. ഒ എ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച്, ദെൻ ഈ സിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരക്കണം. അതിന് ഞാൻ ഡി എന്ന് കൊടുത്തു. ഒ എ എക്സ്റ്റെൻഡ് ചെയ്ത് സിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ച്. ഓക്കെ, ഇത് ക്യൂ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഈ സൈഡ് ഇത് പാരലലോഗ്രാം അല്ലേ, അപ്പൊ ഇത് ക്യൂ ആണെങ്കിൽ ഇതും എന്തായിരിക്കും?
ക്യൂ. ഓക്കെ, അതും ക്യൂ ആയിരിക്കും. ഇനി അതുപോലെ ഇവിടെ ഇത് വെക്ടർ ക്യൂ, ഇതും ഒരു വെക്ടർ അല്ലേ, ഈ പി തന്നെയല്ലേ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചേക്കണത്. അപ്പൊ ഈ വെക്ടർ ക്യൂവും ഈ വെക്ടർ പിയും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? ഇവിടെ തീറ്റയാണ് എടുത്തെങ്കിൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും? തീറ്റ തന്നെയായിരിക്കും. വെക്ടർ, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയിട്ട് എടുത്ത് റിസൾട്ടന്റും വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ എന്തായിട്ട് എടുത്തത്? ആൽഫ ആയിട്ട് എടുത്തത്. ഓക്കെ, ഫിഗർ കിട്ടിയാ ഇനി നമുക്ക് ഡിറൈവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാംഗിൾ ഒ സി ഡി. ഒ സി ഡി ആ ട്രയാംഗിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒ സി ഡി എന്ന് പറയുന്ന റൈറ്റ് ട്രയാംഗിൾ ആണ്. ഓക്കെ, കൺസിഡർ എഴുതിക്കോ, സ്റ്റെപ്പായിട്ട് എഴുതി പോയിക്കോ. ഇത് വരച്ചാ, ഇത്രയും വരച്ചാ ക്ലിയർ ആയിട്ട്? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, എന്താ ചെയ്തേക്കണേന്ന്. ബൈ ഹാർട്ട് വരച്ച് എഴുതരുത്, എക്സാമിന് പോയി ബൈ ഹാർട്ട് വരച്ച് എഴുതരുത്. ഓരോ സ്റ്റെപ്പും കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ആദ്യം നമ്മളൊരു പാരലലോഗ്രാം വരച്ച് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, കൺസിഡർ റൈറ്റ് ട്രയാംഗിൾ ഒ സി ഡി. റൈറ്റ് ട്രയാംഗിൾ ഒ സി ഡി. ഓക്കെ, ഇതിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതിയില്ല റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇതല്ല റിസൾട്ടന്റ്, ഇതാണ് റിസൾട്ടന്റ്. ഇത് റൈറ്റ് ആംഗിൾ ആണ്, ഞാൻ വരച്ചു വന്നപ്പോ ഇതായത് കറക്റ്റ്. ഓക്കെ, അല്ല, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ വരച്ചതാ. ഇതാണ് റിസൾട്ടന്റ്. പാരലലോഗ്രാം ലോയിൽ റിസൾട്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗണൽ ആയിരിക്കും റിസൾട്ടന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ട്രയാംഗിൾ ആണെങ്കിൽ ട്രയാംഗിൾ ലോ ഓഫ് വെക്ടർ അഡീഷനിൽ ആ തേർഡ് സൈഡും റെപ്രസെന്റ് ചെയ്യും. പാരലലോഗ്രാം ലോയിൽ ഡയഗണൽ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അത് തിയറിയാണ്, ഡയഗണൽ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യണത്. ഓക്കെ, ഞാൻ പറഞ്ഞാലും ഡയഗണൽ റെപ്രസെന്റ് ചെയ്യും. ട്രയാംഗിൾ ലോ വെച്ചാൽ അതുവഴി നമ്മൾ വേറെ ചെയ്ത്, ഇത് പാരലലോഗ്രാം ലോ, ഇത് പഠിക്കണം. രണ്ടും പഠിച്ചാലല്ലേ നമുക്ക് വെച്ചോളൂ. ആടാ, അത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ വേറെ പാരലലോഗ്രാം ലോ വേറെ ഉണ്ട് റിസൾട്ടന്റ് കണ്ടുപിടിക്കേ. ഓക്കെ, ഞാൻ പറയാം, വേറൊരു കാര്യം പറയാം. ട്രയാംഗിൾ ലോയിൽ നമ്മൾ പറഞ്ഞു രണ്ട് വെക്ടേഴ്സും സെയിം ഡയറക്ഷനിലല്ലേ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരാൾ ഇങ്ങോട്ടും ഒരാൾ അങ്ങോട്ടും അല്ലേ. ഓക്കെ, അത് നമ്മൾ പഠിച്ചത് വേറെ ടൈപ്പാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ റൈറ്റ് ട്രയാംഗിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ഒ സി സ്ക്വയർ, ശ്രദ്ധിച്ചിരിക്കണേ, ഒ സി സ്ക്വയർ ഈക്വൽ ടു ഒ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഒ സി സ്ക്വയർ ഈക്വൽ ടു ഒ ഡി സ്ക്വയർ. ഒ ഡി സ്ക്വയർ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാല്ല, ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാല്ല. ഒ എ പ്ലസ് എ ഡി ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമുല. അപ്പൊ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. ഒ സി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് എ സ്ക്വയർ, ഒ എ സ്ക്വയർ പ്ലസ് 2OA AD പ്ലസ് AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. ഓക്കെ, ഇത്ര എഴുതി പോണെങ്കിൽ പോയിക്കോ. എവിടെയെങ്കിലും സ്റ്റെപ്പിൽ നോക്കി എഴുതല്ലേ, കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ചെയ്തു പോകും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഇത് എക്സാമിന് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. കറക്റ്റ് ആയിട്ട് ഡിറൈവ് ചെയ്ത് തന്നെ പോകണം. നമ്മൾ കൺസിഡർ ചെയ്ത ട്രയാംഗിൾ OCD ആണ് കൺസിഡർ ചെയ്തത്. റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. സോ OC സ്ക്വയർ ഈക്വൽ ടു OD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. OD സ്ക്വയർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് OA സ്ക്വയർ പ്ലസ് AD സ്ക്വയർ ചെയ്താൽ OA സ്ക്വയർ പ്ലസ് AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഫോർമുല കിടക്കുന്നത്. അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ OA സ്ക്വയർ പ്ലസ് 2OA AD AD പ്ലസ് AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. മനസ്സിലാക്കി എഴുതണേ. ഓക്കെ, ഇത്ര സ്റ്റെപ്പ് എത്തിക്കാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത നമ്മൾ ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യണേ. ഈ ഒരു ട്രയാംഗിൾ, ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണ്. അപ്പൊ ഇത് കൺസിഡർ ചെയ്യണേ. കൺസിഡർഡ് ട്രയാംഗിൾ ACD. ഓക്കെ, ഈ ACD നോക്കിക്കേ. ACD എന്ന് പറയുന്നത് AC സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ അല്ലേ. ഈ ട്രയാംഗിൾ മാത്രം നോക്കണേ, ഈ ട്രയാംഗിൾ മാത്രം ACD. അതിൽ ഈ AC സ്ക്വയർ എന്ന് പറയുന്നത്
AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? AC സ്ക്വയർ എന്ന് പറയുന്നത് AC ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. അപ്പൊ ഇതിന് പകരം നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ. AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ? AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ ഇല്ലേ? അതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? AC സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. OA സ്ക്വയർ പ്ലസ് 2OA AD പ്ലസ് AC സ്ക്വയർ. ഓക്കെ, ഇത്രയും മനസ്സിലായ? ജ്യോതിഷിന്റെ ഡൗട്ട് ഉണ്ടാ? ഇത്രയും കിട്ടിയാ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. നോക്കിക്കേ, ഇനി നമുക്ക് എല്ലാത്തിന്റെയും വാല്യൂസ് ഇപ്പൊ ഏകദേശം മനസ്സിലായി. OAയുടെ വാല്യൂ എത്ര? OA എന്ന് പറയുന്നത് വെക്ടർ P അല്ലേ? OA വെക്ടർ P ആണെന്ന് നമുക്കറിയാം. ഇനി 2OA AD OA P ആണെന്ന് അറിയാം. ADയുടെ വാല്യൂ നമുക്കറിയോ? ADയുടെ വാല്യൂ എന്താന്ന് നമുക്ക് അറിയില്ല. ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഇനി അടുത്തത് AC സ്ക്വയറിന്റെ വാല്യൂ എത്രയായിരിക്കും? AC സ്ക്വയർ ഇതല്ലേ? AC സ്ക്വയർ എന്ന് പറയുന്നത് Q സ്ക്വയർ. അത് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് ആകെ അറിയാത്തതായിട്ട് ആര് മാത്രമേ ഉള്ളൂ? AD മാത്രമേ ഉള്ളൂ. അപ്പൊ ADനെ കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് AD കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിക്കേ. AD ഇതല്ലേ? ഇവിടെ തീറ്റ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എടുത്ത് നമുക്ക് AD കിട്ടില്ലേ? കോസ് തീറ്റ എടുത്ത AD കിട്ടില്ലേ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. AD കണ്ടുപിടിക്കണം. ADയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ADയുടെ വാല്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് തീറ്റയാണ്, ഇത് അഡ്ജസന്റ് സൈഡ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കോസ് തീറ്റ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇതൊക്കെ മറന്നുപോയാ? കോസ് തീറ്റ, സൈൻ തീറ്റ, ടാൻ തീറ്റ ഇത് പഠിക്കണം. കോസ് തീറ്റ. അപ്പൊ നമ്മൾ AD കണ്ടുപിടിക്കണമെങ്കിൽ കോസ് തീറ്റ യൂസ് ചെയ്താൽ മതി. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ പഠിച്ചിട്ടില്ലേ? ഒരു റിയാക്ഷനും ഇല്ല കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് ഏതാ? AD. ഹൈപ്പോട്ടന്യൂസ് Q. ഇതിൽ നിന്ന് നമുക്ക് ADയുടെ വാല്യൂ എഴുതാം. AD ഈക്വൽ ടു Q കോസ് തീറ്റ. അറിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, കിട്ടാതിരിക്കരുത്. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ADയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ എഴുതിക്കോട്ടാ. ഇത് രണ്ടും എഴുതിക്കും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ക്ലിയർ ചെയ്ത് പോവാം. ഈ ഫൈനൽ ഇക്വേഷൻ കൂടെ എഴുതിക്കോട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. Q കോസ് തീറ്റ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. OAയുടെ വാല്യൂ എത്ര? OA P. അപ്പൊ P സ്ക്വയർ പ്ലസ് വെക്ടർ ഇട്ടോളുണ്ട്, വെക്ടർ സൈൻ. P സ്ക്വയർ പ്ലസ് 2OA. എന്ന് പറഞ്ഞാൽ P തന്നെ, P. ഇനി ADയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ADയുടെ വാല്യൂ എന്താ കണ്ടുപിടിച്ച? Q കോസ് തീറ്റ പ്ലസ് ACയുടെ വാല്യൂ എത്ര? പറയ്, AC എത്ര? Q സ്ക്വയർ. വെക്ടർ സൈൻ ആരോ? ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് കിട്ടി. റിസൾട്ടന്റ് OC സ്ക്വയർ ഈക്വൽ ടു വെക്ടർ P സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ പ്ലസ് Q സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ടന്റ്, ഇത് സ്ക്വയർ അല്ലേ? OC is equal to root of P സ്ക്വയർ പ്ലസ് 2. ഏതാണ് ഇതാ? ഈക്വൽ ടു 2PQ കോസ് തീറ്റ. ഇതാണ് റിസൾട്ടന്റിന്റെ ഇക്വേഷൻ. റിസൾട്ടന്റ് OC എന്ന് പറഞ്ഞാൽ എന്താ? റിസൾട്ടന്റ് R എന്ന് എഴുതണം. റിസൾട്ടന്റ് ഈക്വൽ ടു ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ചെയ്താൽ മതി. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ നല്ലത്. മാർക്ക് അനുസരിച്ച് ഇപ്പൊ 2 മാർക്കിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇനിയും ഡീറ്റെയിൽ ആയിട്ടില്ല. ഇതിപ്പോ സിമ്പിൾ അല്ലേ? ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ.
ഇതൊന്നും ചെയ്തിട്ടില്ല. ട്രയാങ്കിൾസാ ട്രിഗ്നോമെട്രി ഇഷ്ടമല്ലേ? പഠിക്കണം, ഇത് മാത്രം പഠിക്കണം. ഇപ്പൊ എന്താ കിട്ടിയാ? ഒന്നുകൂടെ പറഞ്ഞു തന്നെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഡൗട്ട് ഇല്ലേ? കിട്ടി. ക്രിസിന് കിട്ടിയാ? എവിടെയെങ്കിലും പോയിട്ടുണ്ടാ? എന്തെങ്കിലും കിട്ടാതെ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും സ്റ്റെപ്പ്? കുഴപ്പമില്ല. അമ്മന് കിട്ടിയാ? ഇല്ല. നീ ഞാൻ പറഞ്ഞ കേട്ട് പഠിച്ചാ മതി. എവിടെ ഡൗട്ട് ഞാൻ പറഞ്ഞുതരാം. എവിടെ വന്നിട്ട് ഇതിലുണ്ടാവും. നിനക്കറിയോ? നിനക്ക് മനസ്സിലായോ? കിട്ടിയാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അടുത്ത ക്ലാസ് ഞാൻ എഴുതിക്കോട്ടാ. എന്തായാലും എഴുതിക്കുവേ. നിനക്ക് കിട്ടിയാ? അപ്പൊ റിസൾട്ടന്റ് ഓസി ഒന്ന് തന്നെയാണ്. 6 കാണിച്ചു തന്നതാ. കിട്ടിയാ? കിട്ടി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാ? എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ ഇനി കിട്ടൂല. ചേട്ടന് മനസ്സിലായ? ഉറപ്പായിട്ട്. ഓക്കെ. അപ്പൊ റിസൾട്ടന്റ് കണ്ടുപിടിച്ചു. ഇനി മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കിട്ടിയത്. ഇനി ഡയറക്ഷൻ കണ്ടുപിടിക്കാനുണ്ട്. ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷനും കൂടി പറയാം. എന്നിട്ട് ടൈം ഉണ്ട്. ഇത്രയും കിട്ടിയാ? എഴുതി പഠിക്കാതെ കിട്ടിയില്ലേ? ഇപ്പൊ എനിക്കായാലും നിനക്കായാലും എഴുതി തന്നെ പഠിക്കണം. അല്ലാതെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. ഒരു പ്രാവശ്യം പോലും ചെയ്യാതെ എക്സാമിന് പോയി എഴുതിയാൽ കിട്ടില്ല. ജസ്റ്റ് നോക്കി കഴിയുമ്പോ ഓക്കെ ആയിരിക്കും. ഇപ്പൊ ഓക്കെ ആണെന്ന് തോന്നുന്ന പല കാര്യവും നമുക്ക് എക്സാമിന് കിട്ടില്ല. എഴുതി തന്നെ പഠിക്കണം. ഒരു 2 പ്രാവശ്യമെങ്കിലും ഇന്ന് വീട്ടിൽ പോയിട്ട് എഴുതി പഠിക്കണം. പഠിക്കൂ. ഇത്ര എഴുതിയില്ലേ? ക്രിസ് എഴുതിയാ? എത്തിയാ അവിടെ വരെ? ഓക്കെ. അടുത്തത് ടു ഫൈൻഡ് ഡയറക്ഷൻ. ഇതിന്റെ ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയ? മാഗ്നിറ്റ്യൂഡ് ആണ് കിട്ടിയത്. റിസൾട്ടന്റ് ആണ് കണ്ടുപിടിച്ചത്. ഇനി ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന അടുത്ത ഇക്വേഷൻ ഉണ്ട്. ഡയറക്ഷൻ, ടു ഫൈൻഡ് ഡയറക്ഷൻ. എഴുതിക്കോ. എന്തിനാണ്? ആദ്യം ഡയറക്ഷൻ എഴുതിയിട്ട് നമുക്ക് പഠിക്കാം. ഇതിന്റെ തന്നെ ഡയറക്ഷൻ കണ്ടുപിടിക്കണ്ടേ? ഈ വെക്ടറിന്റെ ഇപ്പൊ ഈ ലോയിൽ നമ്മൾ ഡയറക്ഷൻ പഠിക്കണ്ടേ? ഇതിന്റെ ഡയറക്ഷൻ ഓക്കെ. ഡയറക്ഷൻ പെട്ടെന്ന് തീരും, വലിയ പ്രശ്നമില്ല. ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി ഒറ്റ സ്റ്റെപ്പ് ഓർക്കുക പീറ്ററെ. ഓക്കെ. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ടാൻ ആൽഫ എടുക്കും. ഓക്കെ. ടാൻ ആൽഫ എന്താ? ഓക്കെ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. കൺസിഡർ, ഒരു മിനിറ്റ്. OCD ഈ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാ? CD ബൈ അഡ്ജസന്റ് സൈഡ് OD. ഓക്കെ. CD OD നെ നമുക്ക് നേരത്തെ എഴുതിയതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. OD നെ എങ്ങനെ എഴുതാം? OA പ്ലസ് AD. ഓക്കെ. OA പ്ലസ് AD. ഇനി OAയുടെ വാല്യൂ എന്താ? OA എന്താ? P. AD എന്താ? AD നമ്മൾ കുറച്ചു മുമ്പ് ഇപ്പൊ കണ്ടുപിടിച്ചായിരുന്നു. AD Q cos θ. അപ്പൊ നമുക്ക് OA അറിയാം, AD അറിയാം. ഇനി CD. CDയുടെ വാല്യൂ അറിയില്ല. CDയുടെ വാല്യൂ കണ്ടുപിടിക്കണം. CD കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? സൈൻ തീറ്റ. ആരാ പറഞ്ഞ? കറക്റ്റ് ആയിരുന്നു. ഓക്കെ. CD സൈൻ തീറ്റ എടുത്താൽ മതി. സൈൻ തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് CD, ഹൈപ്പോട്ടന്യൂസ് Q. അപ്പൊ എങ്ങനെ വരും? CD ഈക്വൽ ടു Q സൈൻ തീറ്റ. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. CDയുടെ വാല്യൂ കിട്ടി. CD എന്താണ്? Q സൈൻ തീറ്റ. OA എന്താണ്? P പ്ലസ് AD എത്ര ഇപ്പൊ കിട്ടിയത്? Q cos θ. ഇതാണ് ഡയറക്ഷൻ.
വേറെ വല്ല കണ്ടാ കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ടാൻ ആൽഫ ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഓക്കെ, കിട്ടിയാ? പെട്ടെന്ന് നോക്കുമ്പോ കിട്ടില്ല, ഒന്നുകൂടെ ചെയ്ത് നോക്കുക, അപ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് ഇട്ടോളൂ. സിഡിയുടെ വാല്യൂ ഇപ്പൊ കണ്ടുപിടിച്ചത് സി ഡി എന്ന് പറയുന്നത് ഇതല്ലേ. അപ്പൊ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അങ്ങനെ ഇത് ഡയറക്ഷൻ. ടാൻ ആൽഫ ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ പി പ്ലസ് ക്യൂ. ഇനി നമുക്ക് ഇങ്ങനെ ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഓക്കെ, എഴുതി വെച്ചോ. ഡയറക്ഷൻ നിർബന്ധമാണ്, രണ്ടും കൂടെ ചോദിക്കുള്ളൂ. ടാൻ ആൽഫ ഈക്വൽ ടു ഇതാണ്, ഇത് ബോക്സ് ചെയ്തോ. ഇനി ആൽഫയുടെ ടേംസിൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. ഏതാണ്? ഇത് ആൽഫയുടെ ടേംസിൽ നമ്മൾ മാറ്റുമ്പോ ഇപ്പുറത്തേക്ക് വരുമ്പോ ടാൻ ഇൻവേഴ്സ് ആകും അത്. ഓക്കെ, അതിപ്പോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മറ്റേ ടേബിൾ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആൽഫ ഇവിടെ വെച്ച് എഴുതിയാൽ ഓക്കെ ആണ്. ഇനി ആൽഫയുടെ വാല്യൂ കണ്ടുപിടിച്ച് കുറച്ചും കൂടെ ആൻസർ പെർഫെക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ യൂസ് ചെയ്യാൻ പറ്റും. ക്ലർക്സ് ടേബിൾ യൂസ് ചെയ്യാൻ പറ്റില്ലേ? ഒന്ന് കാണിച്ചു കൊടുത്തേക്കണേ ആ ടേബിള്. ആ ബുക്ക് ഒന്ന് എടുത്തടാ. ഈ ടേബിള് കയ്യിലുണ്ടാവും. അതെ, ഈ ടേബിള് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഒരു മിനിറ്റ്, ഇതിപ്പോ നമ്മള് ഇവിടെ അല്ല എടുത്തത്, റിസൾട്ടന്റും ഈ വെക്ടറും കൂടിയുള്ള ആംഗിൾ ആണ് നമ്മൾ ആൽഫ ആയിട്ട് എടുത്തത്. ഇനി നേരെ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ റിസൾട്ടന്റും ഈ വെക്ടർ ക്യൂവും കൂടിയുള്ള ആംഗിൾ ആൽഫ ആയിട്ടാണ് നമ്മൾ എടുക്കണേന്ന് വിചാരിക്കും. ആൽഫ അല്ല, അത് വേണമെങ്കിൽ നമുക്ക് ബീറ്റ എന്ന് എടുക്കാം. ബീറ്റ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ എങ്ങനെ വരും? ഈ ഇക്വേഷൻ തന്നെ ടാൻ ബീറ്റ ഈക്വൽ ടു പി സൈൻ തീറ്റ ബൈ ക്യൂ പ്ലസ് പി കോസ് തീറ്റ. ഇങ്ങനെ വരും. ഇത് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി. ഇപ്പൊ ഇവിടെയാണ് ഞാൻ ആംഗിൾ എടുത്തത്, അതുകൊണ്ടാണ് ഈ ഒരു ടേംസിൽ കിട്ടിയത്. നേരെ തിരിച്ച് ഇപ്പുറത്താണ് ആംഗിൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ചെയ്തു വരുമ്പോ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അത് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. വേഗം ഒന്ന് നോക്കിക്കേ. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് ഞാനിപ്പൊ പോകുന്നില്ല. അല്ല, ഒരു കാര്യം കൂടെ, കുറച്ച് കാര്യം കൂടെ പറഞ്ഞോ. ഇല്ല, ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോ. ഇത്രയും കിട്ടിയാ ഇനി 3 കേസ് കൂടി നമുക്ക് കൺസിഡർ ചെയ്യാൻ. എന്താ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. 3 കേസ് അന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ, ഞാൻ പറയാം. കേസ് 1 ഇല്ലേ, തീറ്റ ഈക്വൽ ടു 0. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരുമെന്ന് മാത്രം എഴുതിയാൽ മതി. തീറ്റ ഈക്വൽ ടു ആ ഫൈനൽ ഇക്വേഷൻ, ആ റിസൾട്ടന്റിന്റെയും ഡയറക്ഷന്റെ ഇക്വേഷൻ, അത് രണ്ടും ഒന്ന് ബോക്സ് ചെയ്തേ. ഇത്ര എഴുതിയാ വെറുതെ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫൈനൽ ആൻസർ എങ്ങനെ വരും നോക്കുക. അത്രേ ഉള്ളൂ. ജസ്റ്റ് ബോക്സ് ചെയ്ത് തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഇവിടെ എങ്ങനെ വരും? ഇവിടെ ആണെങ്കിൽ സൈൻ 0. ഫസ്റ്റ് മറ്റേ റിസൾട്ടന്റ് കണ്ടുപിടിക്കും. റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? അത് ബൈ ഹാർട്ട് പഠിക്കണേ. റിസൾട്ടന്റ് √(p² + q² + 2pq cos തീറ്റ. ഡിറൈവ് ചെയ്യാൻ വരും. ഈ ഡെറിവേഷൻ നമ്മൾ പഠിക്കണോട്ടാ. നിങ്ങൾക്ക് 10th വരെ ഡെറിവേഷൻ ചോദിക്കില്ല. കേസ് 1 കേസ് 2 ചെയ്തോ. ഡിറൈവ് ചെയ്യണ്ട. ആ ഇക്വേഷൻ ഡയറക്റ്റ് എടുത്ത് എഴുതുക. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത്ര എഴുതിയില്ലേ? തീറ്റയുടെ വാല്യൂ ഇപ്പൊ ഫുൾ ഡെറിവേഷൻ എഴുതി പെർഫെക്റ്റ് ആയിട്ട് എഴുതി കംപ്ലീറ്റ് എഴുതണം. ഓക്കെ, കിട്ടിയാ? ഇപ്പൊ തന്നെ ചെയ്. തീറ്റയുടെ വാല്യൂ 0 ആയിരുന്നു. സ്പെഷ്യൽ കേസ് 1 തീറ്റ ഈക്വൽ ടു 0.
കോസ് സീറോ എത്രയാണ്? സൈൻ സീറോ സീറോ. അപ്പൊ അത് വെച്ചങ്ങ് വേഗം ചെയ്താൽ മതി. കോസ് സീറോ എന്ന് പറയുന്നത് എന്താ? ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. തീറ്റ ഈക്വൽ ടു സീറോ, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2 പി ക്യൂ കോസ് സീറോ. കോസ് സീറോയുടെ വാല്യൂ എത്ര? 1. അപ്പൊ എങ്ങനെ വരും? ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2 പി ക്യൂ. ഇതെന്ന് പറയുന്നത് എന്താ? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2 പി ക്യൂ. പി സ്ക്വയർ പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ അതങ്ങനെ എഴുതിയാൽ മതി. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ. ഇത് ഇതിന്റെ പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ അല്ലേ കൊടുത്തേക്കണത്? ഇല്ല ഇല്ല ഇല്ല, ഇനി ഇത്ര എഴുതിയാ മതി, പ്രശ്നം തീർന്നല്ലോ. ഇനി ഈ ടേം എങ്ങനെയാവും? സൈൻ സീറോയുടെ വാല്യൂ എന്താ? 0. അപ്പൊ 0 ബൈ അത് എന്താവും? അടുത്ത കേസ് തീറ്റ ഈക്വൽ ടു 90. അതുകൂടെ ചെയ്താൽ മതി. തീറ്റ ഈക്വൽ ടു 90. ഇല്ല, തീറ്റ ഈക്വൽ ടു 180 കൂടി ഉണ്ട്. തീറ്റ ഈക്വൽ ടു 90, തീറ്റ ഈക്വൽ ടു 180. ഇപ്പൊ തീറ്റ ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു, അതൊരു കാര്യം ശ്രദ്ധിച്ച്, തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും സെയിം ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, പിയും ക്യൂവും തന്നിരിക്കുന്ന സെയിം ഡയറക്ഷനിലായിരിക്കും. ഇനി തീറ്റ ഈക്വൽ ടു 90 എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ആയിരിക്കും അവിടെ മീൻ ചെയ്യുന്നത്. ഇനി 180 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 180 എന്ന് പറയുമ്പോ ഓപ്പോസിറ്റ്. കോസ് സീറോ എന്താ ഡൗട്ട്? കോസ് സീറോ 1 ആയല്ല. ഓക്കെ, ഓക്കെ. ഇവിടെ എന്തായി? ടാൻ ആൽഫ എന്തായി? ടാൻ ആൽഫ 0. ഇനി അടുത്തത് കേസ് 2, തീറ്റ ഈക്വൽ ടു 90. ചെയ്തു ചെയ്യാൻ വേണ്ടി നിങ്ങൾ തന്നെ ചെയ്യുള്ളൂ. ഞാൻ ചെയ്യണ്ട, നോക്കണ്ട. കോസ് 0 എന്തായിരുന്നു? കോസ് 0 1 അല്ലേ? അപ്പൊ കോസ് 90 എന്തായിരിക്കും? കോസ് 90 എന്തായി? 0 ആയി. അപ്പൊ ആ ടേം എന്തായി പോയി? ആ ടേം അവിടെ പോയി. ബാക്കിയുള്ളത് എല്ലാം പോവില്ല. ഇത് ഈ ടേം മാത്രമല്ലേ പോളൂ? 2 പി ക്യൂ. ബാക്കി രണ്ടുപേരുണ്ട്. ബാക്കി രണ്ടെണ്ണം അവിടെ തന്നെ ഉണ്ട്. ഇനി ഡയറക്ഷൻ ടാൻ ആൽഫ കണ്ടുപിടിച്ചതുപോലെ ഇത് റിസൾട്ട് തന്നെ കണ്ടുപിടിച്ചു. ഇനി ഡയറക്ഷൻ കണ്ടുപിടിക്കും. ടാൻ ആൽഫ ഈക്വൽ ടു സൈൻ 90. സൈൻ 90 എന്ന് പറയുമ്പോ എന്തായി? വൺ ബൈ കോസ് 90 എന്തായി പോയി? 0. ഇവിടെ ഇത് കണ്ടത് ടാൻ ആൽഫ ഈക്വൽ ടു ക്യൂ സൈൻ 90 ബൈ പി പ്ലസ് ക്യൂ കോസ് 90. ഇപ്പൊ എങ്ങനെ വരും? സൈൻ 90 എന്തായി പറയും? 1. ക്യൂ കോസ് 90 എന്തായി പോയി? 0. അപ്പോ ക്യൂ ബൈ പി അത് വരും. ഇനി അടുത്തത് കേസ് 3, തീറ്റ ഈക്വൽ ടു 180. അതോടെ നിർത്താം. എന്നാ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തോ.
അത് കോസ് 180 എത്രയായിരിക്കും? കോസ് 180 മൈനസ് 1 സൈൻ 180 0. ഇനി ചെയ്യാല്ല. ഇപ്പൊ പഠിപ്പിച്ച് കോസ് 180 മൈനസ് 1 സൈൻ 180 0. ഇനി വേഗം വാല്യൂ കണ്ടുപിടിച്ച. ഇത്രയും ഞാൻ പറഞ്ഞു, വേഗം കണ്ടുപിടിക്കുന്നു. സൈൻ 180 0, കോസ് 180. ഇത്ര ഇത് ഈ ബേസിക് ആയിട്ടുള്ള ടെക്നോമെട്രിക് ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കണേ. കോസ് 180 മൈനസ് 1 സൈൻ 180 0. പി മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ. മറ്റേത് ഡയറക്ഷൻ എങ്ങനെ വരും? സൈൻ 180 0, കോസ് 180 മൈനസ് 1. അപ്പൊ 0 ആയല്ലാടാ. 0 നോക്കണ്ടല്ലോ, ന്യൂമറേറ്റർ 0 ആയില്ലേ, അപ്പൊ അത് 0 ആയി. കിട്ടിയാ? ഇപ്പൊ എന്തായി? പി മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ ഫോമിലല്ലേ ഇത് കിടക്കണത്? പി മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. 0 ഫൈനൽ. രണ്ടും 0യാ? ഒരെണ്ണം 0. റിസൾട്ട് എത്ര കിട്ടി?